നമസ്കാരം. ചാണക്യ വിഷനിലേക്ക് സ്വാഗതം. ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നിങ്ങൾ മാത്രം ഈ വീഡിയോയിലെത്തിയത്? ചുറ്റുമുള്ളവരെയെല്ലാം തൃപ്തിപ്പെടുത്തുന്ന ഒരു ശരാശരി ജീവിതം നിങ്ങൾ ആസ്വദിക്കുന്നില്ല, സന്തോഷിക്കുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും ആ സാധാരണക്കാരുടെ കൂട്ടത്തിലേക്ക് ഒതുങ്ങിക്കൂടാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. എന്താണതിന്റെ കാരണം? അതൊരു യാദൃശ്ചികതയല്ല. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഒരു സിംഹത്തിന്റെ ഹൃദയം തുടിക്കുന്നുണ്ട്. നിങ്ങളൊരു സാധാരണ ജീവിതം നയിക്കാൻ വന്നവനല്ല. നിങ്ങൾ ഉണർത്തേണ്ട ഒരു സാമ്രാജ്യം നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നിങ്ങളുടെ ഭാവിയിലെ ആ സാമ്രാജ്യത്തിന്റെ അടിത്തറയാകുന്ന 11 നിഗൂഢമായ ലക്ഷണങ്ങളാണ്. നിങ്ങൾ കോടീശ്വരനാകാൻ പോവുകയാണ് എന്നതിന്റെ വ്യക്തമായ അടയാളങ്ങൾ. ഇതൊരു വെറുമൊരു ലിസ്റ്റല്ല, ഇതൊരു രഹസ്യമാണ്. ഈ രഹസ്യം നിശബ്ദമായി സൂക്ഷിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ പ്ലാനുകൾ ഒന്നും ആരും അറിയരുത്. ഓർക്കുക, വിത്തുമുളച്ച ഒരു വൻമരമാകുന്നത് മണ്ണിനടിയിലെ ഇരുട്ടിലാണ്. ശരി, നമുക്ക് തുടങ്ങാം. നിങ്ങളുടെ വിധിയെ നിർവചിക്കുന്ന ആ 11 ലക്ഷണങ്ങൾ ഇതാ. 1. അദമ്യമായ ആഗ്രഹം, ദ ബേണിംഗ് ഡിസയർ. ആദ്യത്തെ ലക്ഷണം നിങ്ങളുടെ ഉള്ളിലെ അദമ്യമായ ആഗ്രഹമാണ്. വെറുതെ പണക്കാരനായാൽ കൊള്ളാം എന്നല്ല നിങ്ങളുടെ ആഗ്രഹം, മറിച്ച് അത് നിങ്ങൾക്ക് ശ്വാസം പോലെ അത്യാവശ്യമാണ്. ഋഗ്വേദത്തിൽ പറയുന്നതുപോലെ, മനുഷ്യന്റെ ആഗ്രഹം ആകാശം പോലെ അനന്തമാണ്. ആ ആഗ്രഹമാണ് പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾ തൃപ്തനല്ല. കാരണം നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ അതിലും വലുതാണ്. ഉള്ളിലെപ്പോഴും ഒരു അഗ്നി പുകയുന്നുണ്ട്. ആ അഗ്നിയാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ഈ തീവ്രമായ ആഗ്രഹം കാരണം ചെറിയ നേട്ടങ്ങളിൽ നിങ്ങൾ ഒതുങ്ങി നിൽക്കുന്നില്ല. നിങ്ങൾ ഉറക്കമില്ലാത്ത രാത്രികളിൽ പോലും ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യം നേടിയെടുത്തതിന് ശേഷമുള്ള ജീവിതം നിങ്ങൾ മനസ്സിൽ കണ്ട് ആസ്വദിക്കുന്നുണ്ടാകണം. ഈ ആഗ്രഹം നിങ്ങളെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിഴയ്ക്കുന്നു. നിങ്ങൾ ഈ ലക്ഷ്യത്തെ മറ്റെല്ലാ താൽപ്പര്യങ്ങൾക്കും മീതെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. രണ്ടാമതായി, ഏകാന്തതയോടുള്ള നിങ്ങളുടെ പ്രണയം, ലവ് ഫോർ സോളിറ്റ്യൂഡ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പഴയ സുഹൃത്തുക്കളുമായുള്ള സംസാരം നിങ്ങൾക്ക് മടുപ്പായി തോന്നുന്നു. കാരണം നിങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്നില്ല. കൂട്ടമായി നടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, ജനക്കൂട്ടം നിങ്ങളെ സാധാരണക്കാരനാക്കുന്നു, എന്നാൽ ഏകാന്തത നിങ്ങളെ അസാധാരണനാക്കുന്നു എന്ന്. സിംഹങ്ങൾ കൂട്ടമായിട്ടല്ല നടക്കുന്നത്, അവർ തങ്ങളുടെ ശക്തി ഒറ്റയ്ക്ക് ആർജിക്കുന്നു. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലാനുകൾക്ക് രൂപം നൽകുന്നത് ഈ ഏകാന്തതയിലാണ്. ഈ ഏകാന്തതയാണ് നിങ്ങളുടെ ചിന്തകൾക്ക് മൂർച്ച കൂട്ടുന്നത്. കൂടാതെ വലിയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു. പുറമേയുള്ള ബഹളങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയം കേൾക്കാനും ആഴത്തിൽ ചിന്തിക്കാനും കഴിയുന്നു. നിങ്ങളുടെ വളർച്ചയ്ക്കു വേണ്ടിയുള്ള ഒരു നിശബ്ദമായ നിക്ഷേപമാണ് ഈ ഏകാന്തത. മൂന്നാമത്തെ കാര്യം, നിശബ്ദത. നിങ്ങളുടെ പ്ലാനുകൾ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറയാറില്ല. വെറുതെ ഒന്ന് ചിരിക്കും. ദി ആർട്ട് ഓഫ് വാർ എന്ന പുസ്തകത്തിൽ സുൻ സു പറയുന്നുണ്ട്, നിഗൂഢത്തിൽ വർത്തിക്കുക, രാത്രിയിലെ ഇരുട്ടുപോലെയും ഇടിമുഴക്കം പോലെയും അപ്രതീക്ഷിതമായിരിക്കുക എന്ന്. പണി പൂർത്തിയാകാത്ത വീടിന്റെ പ്ലാൻ ആരെയും കാണിക്കരുത് എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ നീക്കങ്ങൾ രഹസ്യമായിരിക്കുമ്പോൾ എതിരാളികൾക്ക് നിങ്ങളെ അളക്കാൻ കഴിയില്ല. ഇത് നിങ്ങൾക്ക് തന്ത്രപരമായ മുൻതൂക്കം നൽകുന്നു. നിങ്ങളുടെ ഊർജ്ജം മുഴുവൻ സംസാരത്തിനു പകരം പ്രവൃത്തിക്കു വേണ്ടി ഉപയോഗിക്കുന്നു. നിങ്ങളുടെ രഹസ്യ സ്വഭാവം നിങ്ങളുടെ ശക്തിയാണ്. ഇത് അനാവശ്യ വിമർശനങ്ങളിൽ നിന്നും ശ്രദ്ധയിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്നു. വിജയിച്ചു കഴിഞ്ഞിട്ട് മാത്രം ശബ്ദമുണ്ടാക്കുക എന്നതാണ് നിങ്ങളുടെ രീതി. നാലാമത്തേത്, ഉള്ളവർ പണത്തിന് കണക്ക് സൂക്ഷിക്കുമ്പോൾ നിങ്ങൾ സമയത്തിനാണ് കണക്ക് സൂക്ഷിക്കുന്നത്. പണം പോയാൽ തിരിച്ചുപിടിക്കാം, സമയം പോയാൽ കിട്ടില്ല എന്ന് പുരാതന ആചാര്യന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് അനാവശ്യമായ ചടങ്ങുകളും ഗോസിപ്പുകളും നിങ്ങൾ ഒഴിവാക്കുന്നു. നിങ്ങളുടെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ഓരോ മിനിറ്റും എങ്ങനെ വരുമാനമുണ്ടാക്കാനുള്ള കാര്യങ്ങൾക്കായി ഉപയോഗിക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. സമയം പാഴാക്കുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. കാരണം ഓരോ പാഴാക്കപ്പെട്ട സെക്കൻഡും നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്നു. സോഷ്യൽ മീഡിയയിലെ അലക്ഷ്യമായ സ്ക്രോളിംഗ് നിങ്ങളുടെ ശീലമല്ല. നിങ്ങൾ സമയത്തെ ഒരു നിക്ഷേപമായി കണക്കാക്കുന്നു. ആ നിക്ഷേപമാണ് നിങ്ങൾക്ക് ഭാവിയിൽ ഏറ്റവും വലിയ വരുമാനം നൽകുന്നത്. അഞ്ചാമത്തേത്, നിത്യവിദ്യാർത്ഥിയാണ്. സ്കൂൾ പഠനം കൊണ്ട് വിദ്യാഭ്യാസം അവസാനിച്ചു എന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗവും. എന്നാൽ അത് നിങ്ങൾക്കൊരു തുടക്കം മാത്രമാണ്. അറിവാണ് യഥാർത്ഥ കണ്ണ്. സുഭാഷിതങ്ങളിൽ പറയുന്നതുപോലെ,
രാജാവ് സ്വന്തം നാട്ടിൽ മാത്രം പൂജിക്കപ്പെടുന്നു, എന്നാൽ പണ്ഡിതൻ ലോകമെമ്പാടും പൂജിക്കപ്പെടുന്നു. പുതിയ കാര്യങ്ങൾ പഠിക്കാതെ ഒരു ദിവസം പോലും നിങ്ങൾ അവസാനിപ്പിക്കില്ല. നിങ്ങളുടെ അറിവാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആസ്തി. അത് നിങ്ങളുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നു. പുതിയ സാങ്കേതിക വിദ്യകളെയും ബിസിനസ് ട്രെൻഡുകളെയും നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. നിങ്ങൾ എപ്പോഴും മെച്ചപ്പെടാൻ ശ്രമിക്കുന്നു. ഇന്നത്തെ ഞാൻ ഇന്നലത്തെ എന്നേക്കാൾ മികച്ചവനാകണം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ആറാമതായി, വൈകാരിക സ്ഥിരത. വലിയൊരു പ്രശ്നം വന്നാൽ അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം വന്നാൽ നിങ്ങൾ തകർന്നു പോകുന്നില്ല. ഭഗവദ്ഗീതയിൽ പറയുന്ന സ്ഥിതപ്രജ്ഞനെപ്പോലെ സുഖത്തിലും ദുഃഖത്തിലും നിങ്ങൾ സമചിത്തപ്രജ്ഞനാണ്. വികാരങ്ങൾ നിങ്ങളുടെ തീരുമാനങ്ങളെ ബാധിക്കാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സ് ആഴമുള്ള സമുദ്രം പോലെ ശാന്തമാണ്. ഓരോ പ്രതിസന്ധിയെയും നിങ്ങൾ വളർച്ചയ്ക്കുള്ള അവസരമായി കാണുന്നു. പെട്ടെന്നുള്ള ലാഭത്തിൽ നിങ്ങൾ മതിമറക്കുകയോ വലിയ നഷ്ടത്തിൽ നിങ്ങൾ തളരുകയോ ചെയ്യുന്നില്ല. വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിലൂടെ നിങ്ങൾ കൂടുതൽ യുക്തിസദ്ധവും ബുദ്ധിപരവുമായ തീരുമാനങ്ങളെടുക്കുന്നു. ഈ വൈകാരിക സ്ഥിരതയാണ് ദീർഘകാല വിജയത്തിന് അത്യാവശ്യമായത്. ഏഴാമത്തേത്, പണത്തിന്റെ ഒഴുക്ക്. പണം പിടിച്ചുവെക്കാനുള്ളതല്ല, ഒഴുക്കിവിടാനുള്ളതാണ്. ജൂതതത്വങ്ങൾ പറയുന്നത് സമ്പത്ത് കെട്ടിക്കിടന്നാൽ അത് നാശമുണ്ടാക്കും എന്നാണ്. സമ്പാദിക്കുന്നതിനൊപ്പം അത് നിക്ഷേപിക്കാനും നല്ല വഴികളിലൂടെ വളർത്താനും നിങ്ങൾ പഠിക്കുന്നു. ലക്ഷ്മീദേവി ചഞ്ചലയാണ്, അവൾ ഒഴുകിക്കൊണ്ടേയിരിക്കണം. നിങ്ങൾ വരുമാനമുണ്ടാക്കാനുള്ള പല വഴികളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നു. നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കണം എന്നതാണ് നിങ്ങളുടെ തത്വം. സമ്പാദ്യത്തെ വെറുതെ സൂക്ഷിക്കാതെ അതിനെ ഉൽപ്പാദനപ്രദമായ നിക്ഷേപമായി മാറ്റുന്നതിലാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. നുതിയ ബിസിനസ് അവസരങ്ങൾക്കായി നിങ്ങൾ എപ്പോഴും കണ്ണുകൾ തുറന്നുവെക്കുന്നു. എട്ടാമത്തേത്, പരാജയത്തെ ഭയപ്പെടാത്ത മനസ്സ്. തോൽവി നിങ്ങളെ തളർത്തുന്നില്ല, മറിച്ച് വാശി കൂട്ടുകയാണ് ചെയ്യുന്നത്. 7 തവണ വീഴാലും 8 തവണ എഴുന്നേൽക്കാൻ നിങ്ങൾക്ക് മടിയില്ല. ഓരോ പരാജയവും വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. നിങ്ങൾ റിസ്കുകൾ എടുക്കാൻ മടിക്കുന്ന വ്യക്തിയാണ്. കാരണം റിസ്ക് ഇല്ലാത്ത ഒരു നേട്ടവും വലുതായിരിക്കില്ല എന്ന് നിങ്ങൾക്കറിയാം. തെറ്റുകൾ തിരുത്തി പൂർവാധികം ശക്തിയോടെ മുന്നോട്ടു പോകാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. പരാജയം ഒരു പാഠമാണ്, അന്ത്യമല്ല എന്ന് നിങ്ങൾക്കറിയാം. ഈ മനോഭാവമാണ് നിങ്ങളെ വീണ്ടും വീണ്ടും ശ്രമിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഒമ്പതാമതായി, മാറ്റങ്ങളെ ഉൾക്കൊള്ളാനുള്ള കഴിവ്. പഴമയിൽ കടിച്ചുതൂങ്ങാതെ മാറ്റങ്ങളെ നിങ്ങൾ സ്വീകരിക്കുന്നു. നിങ്ങൾ വെള്ളത്തെപ്പോലെയാകുക. വെള്ളത്തിന് ഏതു പാത്രത്തിന്റെ ആകൃതിയും സ്വീകരിക്കാം. എന്നാൽ കടുപ്പമുള്ള പാറയെപ്പോലും തുളച്ചുകയറാൻ അതിന് കഴിയും. ലോകം മാറുന്നതിനനുസരിച്ച് പുതിയ ടെക്നോളജികളും രീതികളും നിങ്ങൾ ആദ്യം പഠിക്കുന്നു. പുതിയ സാഹചര്യങ്ങളോട് വേഗത്തിൽ പൊരുത്തപ്പെടാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. മാറ്റങ്ങളെ ഭയപ്പെടുന്നവർക്ക് സമ്പന്നരാകാൻ കഴിയില്ല. ഈ മനോഭാവമാണ് നിങ്ങൾക്ക് മുന്നോട്ടു പോകാൻ കരുത്തു നൽകുന്നത്. നിങ്ങൾ മാറ്റങ്ങളെ വെല്ലുവിളിയായല്ല, അവസരമായാണ് കാണുന്നത്. 10ാമത്തെ കാര്യം, അച്ചടക്കം. ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്, നാം എന്താണോ നിരന്തരം ചെയ്യുന്നത് അതാണ് നമ്മൾ. വിജയമെന്നത് ഒരു പ്രവൃത്തിയല്ല, അതൊരു ശീലമാണ്. നിങ്ങളുടെ ദിവസം തുടങ്ങുന്നത് സൂര്യനുണരുന്നതിനു മുമ്പാണ്. നിങ്ങൾക്ക് കൃത്യമായ ദിനചര്യകളുണ്ട്. ആ അച്ചടക്കമാണ് നിങ്ങളുടെ ആയുധം. ലക്ഷ്യത്തിലെത്താൻ ആവശ്യമായ ത്യാഗങ്ങൾ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ്. സ്ഥിരതയോടെയുള്ള ചെറിയ പ്രവൃത്തികളാണ് വലിയ ഫലം നൽകുന്നതെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ എല്ലായ്പ്പോഴും ഐക്യമുണ്ട്. ഈ അച്ചടക്കം നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു. 11ാമതായി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ആന്തരിക വിളി. യുക്തിക്കും കണക്കുകൾക്കുമപ്പുറം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം വരുന്നുണ്ട്. ഇതാണ് ശരിയായ വഴി, നീ ജയിക്കും എന്ന് അത് നിങ്ങളോട് മന്ത്രിക്കുന്നു. ഉപനിഷത്തുകൾ പറയുന്നത് പുറമേയുള്ള ശബ്ദങ്ങളല്ല, ഉള്ളിലെ ആത്മാവിന്റെ ശബ്ദമാണ് സത്യം എന്നാണ്. ആ ശബ്ദത്തെ നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഈ ഉൾവിളിയാണ് പലപ്പോഴും വഴിത്തിരിവുകളിലേക്ക് നയിക്കുന്നത്. ഇത് നിങ്ങളുടെ ആന്തരിക ശക്തിയാണ്. മറ്റുള്ളവർക്ക് സംശയമുള്ളപ്പോഴും നിങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ടു പോകുന്നു. ഈ ആന്തരിക വിളി കേട്ടു പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ വിജയത്തിന്റെ പ്രധാന താക്കോലാണ്. ഇപ്പോൾ പറയൂ, ഈ 11 ലക്ഷണങ്ങളിൽ എത്രയെണ്ണം നിങ്ങളിലുണ്ട്? ഭൂരിഭാഗം പേർക്കും ഇതൊരു സാധാരണ വീഡിയോ മാത്രമായിരിക്കും. പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ചിലർക്ക് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. പക്ഷേ ഓർക്കുക, ഈ രഹസ്യങ്ങൾ സൂക്ഷിക്കുക. നിങ്ങളുടെ പ്ലാനുകൾ ആരോടും പറയരുത്. നിശബ്ദമായി പണിയെടുക്കുക. ലോകം നിങ്ങളുടെ ശബ്ദമല്ല കേൾക്കേണ്ടത്, നിങ്ങളുടെ വിജയത്തിന്റെ ഗർജനമാണ്. നിങ്ങളുടെ സാമ്രാജ്യം നിങ്ങളെ കാത്തിരിക്കുന്നു.